പ്രസിഡന്റാണ്. നമ്മുടെ മണികണ്ഠപുരം പൗരസമിതിയുടെ പ്രസിഡന്റാണ്. അതേപോലെ തന്നെ സൗഹൃദം എന്ന് പറയുന്ന പുരുഷ സ്വയം സഹായത്തിന്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട സാജു എം മുരുബിനെ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. മോഹനൻ ചേട്ടൻ മണികണ്ഠപുരം പൗരസമിതിയുടെയും സൗഹൃദ പുരുഷ സഹായ സംഘത്തിന്റെയും ഏറെ പ്രിയങ്കരായിട്ടുള്ള നേതാവാണ്. നമ്മുടെ ഈ വിഷയം അറിഞ്ഞ അന്നേരം തന്നെ മണികണ്ഠപുരത്ത് ആ വണ്ടി വരാത്ത ഒരു റൂട്ടാണ്. ആ റൂട്ടിൽ പോലും ബോണ്ട് വെച്ച് ഇതിന് പ്രോത്സാഹനം തന്ന മോഹനൻ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ബിജെപിയുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീമതി ജ്യോതി അനിലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗത്തിന് ക്രെഡിറ്റ് നൽകിക്കുന്നത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ബീനാകുന്നത്ത് അവരുകളാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ബീനാകുന്നത്തിനെയും ഈ യോഗത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും നല്ല മനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊണ്ട് നമ്മുടെ സ്റ്റേഷനിൽ പോലീസുകാരില്ല. അതുകൊണ്ടാണ് തടസ്സം ഉണ്ടാകാതെ വണ്ടി പോകത്തക്ക വിധത്തില് നമ്മൾ തന്നെ അതിനുള്ള ഒരു ക്രമീകരണം ചെയ്യണം. വേദിയിലുള്ള നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ രമേശ് നടരാജൻ, KSRTCയുടെ കോട്ടയം ട്രാൻസ്പോർട്ട് ഓഫീസർ ശ്രീ എസ് രമേശ് അവർ, നമ്മുടെ ഈ സമ്മേളനം ഈ പുതിയ സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതുപ്പള്ളിയുടെ പ്രിയങ്കരനായ ശ്രീ ചാണ്ടിയുമ്മൻ MLA, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി KC കരിപ്പല്ലൂർ, നമ്മുടെ ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സിനി മാത്യു, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന നമുക്കൊക്കെ ഏറെ ആദരണീയനും ബഹുമാന്യനുമായ റവറൻഡ് ഫാദർ സി ജോൺ ചെറുത്തലാട്ട് കോർക്കോപ്പിസ്കോപ്പ അച്ഛൻ, KSRTCയുടെ കോട്ടയം ഡിപ്പോ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ, നമ്മുടെ വാഗ്ദാനക്കാരൻ കൂടിയാണ് പ്രിയപ്പെട്ട ശ്രീ KJ മനോജ് കാലായിൽ, നമ്മുടെ ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ശ്രീമതി മിനി കൊണ്ടോടി, ശ്രീ അഖിൽ പി തോമസ്, അഡ്വക്കേറ്റ് മനീഷ് കുമാർ, ശ്രീമതി EC അച്ചാമ്മ, നാരതാക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ BP പുന്നൂസ്, വാഗ്ദാന സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ PC സണ്ണി, CMAയുടെ ജില്ലാ സെക്രട്ടറി നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് ശ്രീ ദമയേന്ദ്രൻ, ഈ വാർഡിന്റെ പഞ്ചായത്ത് മെമ്പർ ശ്രീ സുനിൽ P എബ്രഹാം, UDFന്റെ പുതുപ്പള്ളി നിയോജക മണ്ഡലം കൺവീനർ ശ്രീ ചെയർമാൻ ശ്രീ സാജു M ഫിലിപ്പ്, പ്രിയപ്പെട്ട ശ്രീ ED മോഹനൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ ഏറ്റവും ബഹുമാന്യരായ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർമാരുണ്ട്, മറ്റ് ജനപ്രതിനിധികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന KSRTCയുടെ മറ്റ് ജീവനക്കാര്, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, നമുക്കറിയാം നമ്മുടെ കേരളം വലിയ സന്തോഷത്തോടുകൂടിയും ആഹ്ലാദത്തോടുകൂടി ഓണത്തെ വരവേൽക്കുന്ന ദിനങ്ങളാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തില് നമുക്ക് വാകത്താനത്ത് കോട്ടയം ജില്ലാ പഞ്ചായത്തും KSRTCയും ചേർന്ന് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ കൂടി ഒരു സർവീസ് ഇന്നിവിടെ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സന്തോഷം വളരെ വലുതാകുകയാണ്. കാരണം നമുക്കറിയാം വാകത്താനം എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായ ഒരു പഞ്ചായത്താണ്, 2 വില്ലേജുകൾ.
തോട്ടയ്ക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് പഞ്ചായത്തിന്റെ സ്ഥിരകേന്ദ്രമായ ഞാലിയാവഴിയിലേക്കുള്ള യാത്രാ ദുരിതം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ വള്ളിക്കാട് കുത്തഞ്ചത്ത പ്രദേശങ്ങൾ, നേരത്തെ വള്ളിക്കാട് ബേറയിലേക്ക് ഒരു KSRTC സർവീസ് ഉണ്ടായിരുന്നതാണ്. ആ സർവീസ് നിന്നുപോയത് കൊണ്ട് മറ്റ് യാത്രാ സൗകര്യങ്ങളൊന്നും അവിടേക്കില്ല. ചീരഞ്ചിറ എപ്പോഴും ചങ്ങനാശ്ശേരിയിലേക്ക് യാത്രക്കാരുടെ ഒരു പ്രദേശമാണ്. അവിടെയും അതുപോലെ തന്നെ യാത്രാ സൗകര്യം വളരെ പരിമിതമാണ്. പിന്നെ നമ്മുടെ പാലമറ്റം, രാജമറ്റം പ്രദേശങ്ങൾ, ഉമ്പിടി അടക്കം എല്ലാം ഗ്രാമപ്രദേശങ്ങളാണ്. യാതൊരു വിധത്തിലുള്ള യാത്രാ സൗകര്യങ്ങളുമില്ല. അപ്പൊ ഈ പ്രദേശങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് കോട്ടയം ചങ്ങനാശ്ശേരി പട്ടണങ്ങളുമായിട്ടും തെങ്ങണ അടക്കം, കുരിശുമൂട് അടക്കം, പുതുപ്പള്ളി അടക്കം, ഞാലിയാകുഴി അടക്കമുള്ള ചെറു പട്ടണങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു KSRTC സർവീസ്, അത് എല്ലാവരുടെയും ഒരു ആഗ്രഹവും അഭിലാഷവുമായിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. ഈ സർവീസ് ആരംഭിക്കുന്നതായുള്ള പ്രഖ്യാപനത്തിന് ശേഷം ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം വളരെ വലുതാണ്. നേരിട്ടും ഫോണിലുമൊക്കെ ഒട്ടേറെ ആളുകൾ നന്ദിയും അതുപോലെ തന്നെ ഈ സർവീസിലുള്ള സന്തോഷവും ഒക്കെ ഇവിടുത്തെ ജനപ്രതിനിധികളോടെല്ലാം അറിയിക്കാറുണ്ട്. യാതൊരു സംശയവുമില്ല, നമുക്ക് വളരെ വിജയകരമായിട്ട് ഈ സർവീസ് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയും. മറ്റൊരു കാര്യം നമുക്കറിയാം, കേരളത്തിൽ അധികാരത്തിൽ വന്ന പുതിയ UDF ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഏറ്റവും ജനകീയമായ ഒരു പദ്ധതിയാണ് നമ്മുടെ പ്രിയദർശിനി സൗജന്യ സ്ത്രീ യാത്രാ പദ്ധതി. അപ്പൊ അതിന്റെ പ്രയോജനവും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനും ഈ സർവീസ് ആരംഭിക്കുന്നത് വഴി തീർച്ചയായിട്ടും കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. നമ്മുടെ ജനപ്രതിനിധികള്, നമ്മുടെ ബഹുമാന്യ ചന്ദ്രൻ എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. MLA അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുകയും ചെയ്യും. കോട്ടയം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ദിവസമാണ്. 26-27 സാമ്പത്തിക വർഷത്തിലെ പദ്ധതി നിർവഹണത്തിന് ഈ സർവീസിന്റെ ഉദ്ഘാടനത്തോടുകൂടി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം ഏറ്റെടുത്തിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ, അത് ഇന്ന് ഈ സർവീസ് തുടക്കം കുറിക്കുന്നതോടുകൂടി ആ പദ്ധതിയുടെ നിർവഹണം ആരംഭിക്കുക കൂടിയാണ്. അപ്പൊ എല്ലാം കൊണ്ടും ഈ ഗ്രാമവണ്ടി അതിന്റെ തുടക്കമെന്ന് പറയുന്നത് വളരെ ആത്മസംതൃപ്തി നൽകുന്നതാണ് എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 26-27 സാമ്പത്തിക വർഷത്തെ ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. KSRTCയുമായി MOU ഒപ്പിട്ടു. ഒരു വർഷത്തേക്കാണ് 25 ലക്ഷം രൂപ. അടുത്ത വർഷം വീണ്ടും നമ്മൾ KSRTC ഇതിന്റെ ഡീസൽ ചെലവ്, അത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങളൊക്കെ ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ ഇവിടെ ഉണ്ട്, അദ്ദേഹം പറയും. നമുക്ക് യാതൊരു സംശയവും വേണ്ട, നമുക്ക് യാത്രക്കാരുണ്ടെങ്കിൽ വണ്ടി ആളില്ലാതെ പോരാത്ത ഒരു സാഹചര്യം, എപ്പോഴും വണ്ടിയിൽ യാത്രക്കാരുണ്ട്. ഒരു ജനങ്ങളുടെ ആവശ്യമാണ് ഈ സർവീസ് എങ്കിലേ ഇത് നിന്നു പോവുകയില്ല, ലാഭവും നഷ്ടവും നോക്കില്ല. വാഹനത്തിൽ കയറുന്നതിന്, വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിന് ആളുകൾ ഉണ്ടെങ്കിൽ ഈ സർവീസ് എന്നും നിലനിർത്തുവാൻ തീർച്ചയായിട്ടും അത് കാരണമാകും. കാരണം പിന്നെ ആർക്കും ഇത് നൃത്തം ചെയ്യാൻ കഴിയില്ല. ജില്ലാ പഞ്ചായത്ത് തുടർ വർഷങ്ങളിലും ഈ പദ്ധതി ഏറ്റെടുക്കും. ഇനിയും ഞാൻ പറയാൻ ആഗ്രഹിക്കുക, വിജയകരമായിട്ട് ഈ പദ്ധതി മുൻപോട്ട് പോയാൽ യാത്രക്കാർക്ക്, പൊതുജനങ്ങൾക്ക് ഇത് പ്രയോജനമാണെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം തന്നെ KSRTCക്ക് ഒരു ബസ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നതിന് വേണ്ടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് വാങ്ങി നൽകും. ഒപ്പം ഇതിന്റെ വിപരീത ദിശയിൽ ഒരു വാഹനം കൂടി നമ്മൾ സർവീസ് ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക കൂടി ചെയ്യും. അപ്പൊ സുനിലിന്റെ താല്പര്യം കൂടി നോക്കും. അപ്പൊ അങ്ങനെ നമുക്കിത്
ജനങ്ങൾക്ക് എക്കാലവും പ്രയോജനം ചെയ്യുന്ന വിധത്തിലേക്ക് ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ KSRTC സർവീസ് നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ജില്ലാ പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കി പദ്ധതിക്ക് അംഗീകാരം ലഭ്യമായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബഹുമാന്യായ മന്ത്രി ശ്രീ CP ജോൺ അവർ, നമുക്കറിയാം ഈ നാടുമായി ഏറ്റവും ബന്ധമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ഞാൻ അദ്ദേഹത്തെ സമീപിച്ച് KSRTC സൗജന്യ യാത്രയൊക്കെ ആരംഭിച്ചതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് അറിയാം. എന്നാലും പുതുപ്പള്ളിക്കാരുടെ ഒരു ആവശ്യം അത് അങ്ങ് നിഷേധിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ബസ് അനുവദിച്ചു തരണം, അത് സർവീസ് നടത്തുന്നതിന് ആവശ്യമായ ജീവനക്കാര് മറ്റ് നിർദ്ദേശങ്ങൾ നൽകണമെന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കണ്ട് പറഞ്ഞ ആ അവസരത്തിൽ തന്നെ ഞാൻ കൊടുത്ത പേപ്പറെ തന്നെ അദ്ദേഹം ഉത്തരവെഴുതുകയായിരുന്നു. അടിയന്തരമായിട്ട് ഈ സർവീസ് ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശം KSRTCയുടെ മാനേജിംഗ് ഡയറക്ടർക്കും അതുപോലെ തന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം കൈമാറുകയുണ്ടായി. അവിടെ വെച്ച് തന്നെ സർവീസ് ആരംഭിച്ചതിന് ശേഷം അദ്ദേഹത്തെ തിരികെ വിളിച്ചു പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉത്തരവായി വന്നു. വളരെ പെട്ടെന്ന് തന്നെ കോട്ടയത്ത് നിർദ്ദേശം വന്ന നിമിഷം തന്നെ KSRTCയുടെ ഉദ്യോഗസ്ഥന്മാര്, പ്രത്യേകിച്ച് നമ്മുടെ DPO ശ്രീ S. രമേശ് അവർ, നമ്മുടെയൊക്കെ മനസ്സിൽ KSRTC എന്ന് പറഞ്ഞാല് ഇത് രക്ഷപ്പെടില്ല, ഇത് ഒരു നമുക്ക് അപ്രാപ്യമായ ഒരു 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 സംഭവമാണെന്നുള്ള ഒരു തോന്നല. പക്ഷേ നമ്മുടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ആത്മാർത്ഥത, ഇത്തരം കാര്യങ്ങളിൽ അവർ കാണിക്കുന്ന വളരെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ നിലപാട് ഈ വളരെ ശ്ലാഘനീയമാണ് എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം ഏതാണ്ട് 10 ദിവസങ്ങൾ കൊണ്ട് ഈ സർവീസ് ആരംഭിക്കുന്നതിന് വേണ്ടി റൂട്ട് അവർ തന്നെ പോയി നോക്കി, സമയം ക്രമീകരിച്ചു, മറ്റെല്ലാ കാര്യങ്ങളും വാഹനം ലഭ്യമായി, ജീവനക്കാരായി, മറ്റെല്ലാ കാര്യങ്ങളും വളരെ ത്വരിതഗതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് സർവീസ് ആരംഭിക്കുവാൻ ഇടയായതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിട്ട് പ്രവർത്തിച്ചവര് നമ്മുടെ കോട്ടയം DPOയും അതുപോലെ തന്നെ ശ്രീ S. രമേശ് അവറുകളും നമ്മുടെ ഈ നാട്ടുകാരൻ കൂടിയായ അദ്ദേഹത്തിന്റെ കൂടി ആവശ്യമാണ്. ഞാൻ സ്വാഗതം പറയേണ്ട കാര്യമില്ല, ഞാൻ പ്രത്യേകം നന്ദി പറയേണ്ട കാര്യമില്ല. കോട്ടയം ഡിപ്പോയുടെ KSRTC കൺട്രോളിംഗ് ഇൻസ്പെക്ടറെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ KJ മനോജ് കാലായിൽ അദ്ദേഹം, അവർ ഇരുവരും വളരെ പെട്ടെന്ന് തന്നെ ഈ സർവീസ് ആരംഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് വി.ഡി. സതീശൻ സിന്ദാബാദ്, വി.ഡി. സതീശൻ സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, വി.ഡി. സതീശൻ സിന്ദാബാദ്, UDF സർക്കാർ സിന്ദാബാദ്, വി.ഡി. സതീശൻ സിന്ദാബാദ്. വള്ളംകളി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അദ്ദേഹം യാത്രാമധ്യയാണ്. വളരെ തിരക്കൊണ്ടിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതായാലും നമുക്ക് വളരെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ റൂട്ടാണെന്ന് അറിഞ്ഞില്ല, അല്ല ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ചങ്ങനാശ്ശേരിയിൽ ഒരു കല്യാണ വിരുന്നിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ടായിരുന്നു, അതിനുശേഷം പെട്ടെന്നാണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഈ പ്രോഗ്രാം. അപ്പൊ നമ്മുടെ KSRTC ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്, അവർ വളരെ നിസ്വാർത്ഥമായ അർപ്പണ മനോഭാവത്തോടുകൂടി അവരുടെ പ്രവർത്തനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ വളരെ നന്ദിയോട് കടപ്പാടുകൂടി ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. അതുപോലെ ജില്ലാ പഞ്ചായത്തിലെ സെക്രട്ടറി ആയിട്ട് മറ്റു ഉദ്യോഗസ്ഥന്മാരെല്ലാവരും, നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി KC കരിമ്പന്നൂർ, മണർകാട് ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ഈ വേദിയിലുണ്ട്, എല്ലാ ജില്ലാ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്. കാരണം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഓണാഘോഷമൊക്കെ നടക്കുക, ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് പോകുന്നതാണ്. അതുപോലെ അവിടെ സിനി മാത്യു, ഞാനും ശ്രീമതി സിനി മാത്യുവുമാണ് പാതാള പഞ്ചായത്ത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന 2 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാര്. ഞങ്ങളുടെ 2 പേരുടെയും കൂടി ഡിവിഷൻ ഫണ്ടിൽ നിന്ന് 12 ലക്ഷം രൂപ വീതം വെച്ചാണ് 25 ലക്ഷം രൂപ കണ്ടെത്തി ഈ പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൂടി ഈ അവസരത്തിൽ എടുത്തു പറയുക.
ജില്ലാ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും വളരെ ആത്മാർത്ഥമായിട്ട് സമയബന്ധിതമായിട്ട് എഗ്രിമെന്റ് ആകുന്ന കാര്യത്തിൽ, പണമടയ്ക്കുന്ന കാര്യത്തിൽ എല്ലാം അവർ ഉത്തരവാദിത്തം കാണിച്ചു. വളരെ ബാധകരമായി ഈ കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മുടെ ഞാലിയാകുഴിയിലെ വാർത്താന പഞ്ചായത്തിൽ വെച്ച് നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര്, നമ്മുടെ മറ്റ് സർവകക്ഷികളിൽപ്പെട്ട പ്രതിനിധികൾ എല്ലാവരെയും കൂട്ടി യോഗം നടന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയുള്ള സ്വാഗതമാണ് നമ്മുടെ ഈ സർവീസിന് പിന്തുണയുമാണ് നൽകിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ പേരെടുത്ത് പറയേണ്ട, അദ്ദേഹത്തിന്റെ കൂടി കടമയും ഉത്തരവാദിത്വമാണ്. എങ്കിലും ഈ സർവീസ് ആരംഭിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് തീരുമാനമെടുത്തത് മുതൽ അദ്ദേഹത്തിന്റെ വളരെ നിരന്തരമായ ഇടപെടലുകൾ ഈ സർവീസ് ആരംഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഈ വാർഡിന്റെ മെമ്പർ ശ്രീ സുനിലിന്റെ നേതൃത്വത്തിൽ മറ്റു മെമ്പർമാരെല്ലാവരും ചേർന്നാണ് ഈ സമ്മേളനം അവിടെ നടത്തുന്നതിന് വേണ്ടി വാഹന അലംഘിക്കുകയും മറ്റു കാര്യങ്ങൾ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഈ അവസരത്തിൽ പഞ്ചായത്തിന്റെ വളരെ ഉത്തരവാദിത്വപൂർണമായ സമീപനവും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും മറ്റ് ജനപ്രതിനിധികളും, നമ്മുടെ വള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതാകുമാരി സലിമോൻ ഇവിടേക്ക് കടന്നു വന്നു. എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും പിന്തുണയും ഒക്കെ നമ്മുടെ ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഞാൻ ചെറുതാട്ടെ അച്ഛൻ നമുക്കൊക്കെ ഏറ്റവും ബഹുമാന്യം ആദരണീയമായ വന്യപുരോഹിതനാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പള്ളിക്കാട് പുത്തഞ്ചന്ത പ്രദേശത്തുകൂടി ഈ സർവീസ് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അതിന് നൽകിയിട്ടുള്ള പ്രോത്സാഹനങ്ങളും ആത്മാർത്ഥമായ അദ്ദേഹത്തിന്റെ പിന്തുണയും സഹകരണവും ഒക്കെ ഈ അവസരത്തിൽ ആ പ്രദേശവാസികളുടെ മുഴുവൻ ഈ പിന്തുണയും സഹകരണവും ഒക്കെ എന്നോട് പറഞ്ഞത്, ഞാൻ ഈ വണ്ടിയിൽ കയറി തന്നെ ഉദ്ഘാടനത്തിന് ശേഷം പുത്തഞ്ചന്തയ്ക്ക് പോകാൻ വേണ്ടി കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം അച്ഛൻ അങ്ങ് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന അദ്ദേഹത്തിന്റെ പ്രോത്സാഹനവും, അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിക്കാട് ദേറാം മാനേജർ അച്ഛനെ കണ്ടത്, അനിയൽ അച്ഛന്റെയൊക്കെ വലിയ പിന്തുണയാണ് ഉള്ളത്. എല്ലാവരുടെയും രാജമറ്റം, അതുപോലെ തന്നെ നമ്മുടെ മാറത്താനി അടക്കമുള്ള പ്രദേശങ്ങള്, രാജമറ്റം, പാലമറ്റം അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ചീരച്ചെറി അടക്കമുള്ള പ്രദേശങ്ങൾ, എല്ലാവരുടെയും വലിയ പിന്തുണയും സഹകരണവും ഈ കാര്യത്തിലുണ്ട്. ഇത് നമുക്ക് വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഈ ബസ് നമുക്കറിയാം, ജീവനക്കാര് അവരോടൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വാഹനമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ നികുതി അടയ്ക്കുന്ന പണം കൊണ്ട് ഗവൺമെന്റ് ഈ സർവീസ് നടത്തുന്നത്. അപ്പൊ നമ്മുടെ വാഹനമാണ്. ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ യാത്ര ചെയ്യുകയും ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും കഴിയണം. ഒറ്റ കാര്യം, ഇതുമൂലം ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി എനിക്കുമുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇതിന്റെ നമ്മുടെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഇതിന്റെ സമയവും റൂട്ടും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. സ്വകാര്യ ബസ് സർവീസ് വ്യവസായം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ഒരു കാരണവശാലും ഈ സർവീസ് ഒരു ബുദ്ധിമുട്ടും അവർക്കും വരുത്തുകയില്ല. അതൊക്കെ സമയക്രമവും റൂട്ടും ഒക്കെ അതനുസരിച്ചാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ വിധത്തിൽ നമുക്ക് റൂട്ടൊക്കെ പുനഃക്രമീകരിക്കാൻ 1 മാസം സർവീസ് നടത്തിയതിനു ശേഷം വീണ്ടും പുനഃക്രമീകരിക്കുവാൻ പറ്റും. ഈ ഒരു ട്രിപ്പ് പോലും മുടങ്ങാതെ ഈ സർവീസും ഉണ്ടാകും. ജില്ലാ പഞ്ചായത്ത് കൃത്യമായിട്ട് പണമടയ്ക്കും. KSRTC കൃത്യമായി സർവീസ് നടത്തും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും മാത്രം ഈ സർവീസ് ഉണ്ടെങ്കിൽ ഇത് വലിയ ഒരു വിജയമായി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ആരംഭിക്കുന്ന ആദ്യത്തെ ഗ്രാമവണ്ടിയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഈ സ്ത്രീ സൗജന്യ യാത്ര വന്നതിന് ശേഷം ആരംഭിക്കുന്ന ആദ്യത്തെ ഗ്രാമവണ്ടിയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഒരു ഗ്രാമവണ്ടി ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വിജയമായാല് ഇത്തരം ഉൾപ്രദേശങ്ങള് ജനങ്ങൾക്ക് മറ്റ് യാത്രാ സൗകര്യങ്ങളില്ലാത്ത, പൊതു യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്ത, സംവിധാനങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി നമുക്ക് ഇത്തരം ഗ്രാമവണ്ടികളുടെ സർവീസ് നടത്തിക്കൊണ്ട് വലിയ ജനോപകാരപ്രദമാക്കി നമുക്കിതിനെ മാറ്റുവാൻ കഴിയും. അതിനൊരു മാതൃകയായിട്ട് വാഗ്ദാനത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ പദ്ധതി മാറണം. അതിനുവേണ്ട പിന്തുണ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സർവീസ് ആരംഭിക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുള്ള KSRTCയുടെ ഉദ്യോഗസ്ഥന്മാര്, ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാര്, മറ്റ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളടക്കം വാഗ്ദാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര്, ഇവിടുത്തെ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാര്, പൊതുസമൂഹത്തിൽപ്പെട്ട എല്ലാവരെയും ഞാൻ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് KSRTC ജീവനക്കാരെ പ്രത്യേകം ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ഈ പദ്ധതിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി KSRTCയുടെ കോട്ടയം DTO ശ്രീ S. രമേശ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോഷി ഫിലിപ്പ് അവർ, ഉദ്ഘാടകനായ ബഹുമാനായ ശ്രീ ചാണ്ടി MLA അവർ, വാഗത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രമേശ് നടരാജൻ അവർ, കൂടാതെ വേദിയിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നമസ്കാരം. KSRTCയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഗ്രാമവണ്ടി എന്ന് പറയുന്നത്. അതായത് ഗതാഗതം ചെന്നെത്തിപ്പെട്ടിട്ടില്ലാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ പൊതുവെ ഗതാഗത സൗകര്യം കുറവുള്ള ഒരു സ്ഥലത്ത് KSRTCയുടെ ബസ് ഓടിക്കുമ്പോൾ ലാഭകരമായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു കൈത്താങ്ങോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും KSRTCയും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഒരു സർവീസാണ് ഈ ഗ്രാമവണ്ടി സർവീസ്. ഇതിന് 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടയ്ക്കും. പിന്നെ അതിൻ്റെ ഡീസലിൻ്റെ പൈസ എല്ലാ മാസവും കൃത്യമായിട്ട് ഈ പഞ്ചായത്തുകൾ നൽകും. അതിൽ ഇപ്പോഴൊരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഇന്നത്തെ ഗ്രാമവണ്ടിയിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്ത് വിശിഷ്യ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശ്രമഫലമായിട്ട് ആരംഭിച്ച ഒരു സർവീസാണ് ഈ ഗ്രാമവണ്ടി. അദ്ദേഹം പറഞ്ഞതുപോലെ കോട്ടയം ഡിപ്പോയിൽ നിന്നും ആരംഭിക്കുന്ന ആദ്യത്തെ ഗ്രാമവണ്ടി സർവീസാണിത്. ആ ക്രെഡിറ്റ് ഇനി വേറെ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം KSRTC കോട്ടയം ഡിപ്പോയിൽ നിന്നും ഇതുവരെ ഒരു ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചിട്ടില്ല. ആദ്യമായി ആരംഭിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട ശ്രീ ജോഷി ഫിലിപ്പ് സാറിന്റെ ശ്രമഫലമായിട്ടാണ്. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന റൂട്ടില് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഷെഡ്യൂൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സർവീസ് എല്ലാ ദിവസവും ഞായറാഴ്ചയെന്നോ അല്ലെങ്കിൽ 2ാം ശനിയാഴ്ചയെന്നോ അല്ലെങ്കിൽ പൊതു അവധി ദിവസമെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ 365 ദിവസവും ഈ സർവീസ് കൃത്യമായിട്ട് ഓടുക തന്നെ ചെയ്യും എന്ന് ഞാനിവിടെ ഉറപ്പ് നൽകുകയാണ്. കൂടാതെ ഏതെങ്കിലും ഒരു കാരണവശാൽ ബസ്സിന് എന്തെങ്കിലും ഒരു പണിയോ എന്തെങ്കിലും വന്നാൽ പോലും മറ്റൊരു ബസ് പകരം ഇതേ സമയത്ത് തന്നെ ഇതുവഴി സർവീസ് നടത്തും എന്ന് ഞാനിവിടെ അറിയിക്കുകയാണ്. കൂടാതെ ഈ സർവീസുകളിൽ സ്ത്രീ യാത്രക്കാർക്ക് യാത്രാ സൗജന്യം, പൂർണ്ണമായ യാത്രാ സൗജന്യം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ പ്രിയദർശിനി യാത്രാ സംവിധാനം വന്നതിന് ശേഷമുള്ള ഒരു ആദ്യത്തെ ഗ്രാമവണ്ടി പദ്ധതിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി ആയിട്ട് മുന്നോട്ട് പോകും. ഇതിനകത്ത് KSRTCയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാതെ മുന്നോട്ട് പോകും. എല്ലാത്തിനുപരി ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഞാൻ KSRTCയിലെ എൻ്റെ 34 വർഷത്തെ സർവീസ് ജീവിതത്തിനിടയിൽ ഒരു ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ജനപ്രതിനിധി. KSRTC പൊതുവെ എല്ലാവർക്കും ഒരു നെറ്റി ഒളിയുന്ന സ്ഥാപനമാണെങ്കിൽ പോലും അതിലെ കേവലം താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരായ ഞങ്ങളോട് ഇത്രയും മര്യാദയോടും ഇത്രയും വിനയത്തോടും ഇത്രയും നല്ലൊരു പെരുമാറ്റം, അത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ പോലും പലരും ഓഫീസിൽ ഇരിക്കുമ്പോഴും അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞങ്ങളെ അകത്തേക്ക് വിളിക്കുകയും അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം തന്നെയാണ് ഈ സർവീസ് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണമെന്ന് ഞങ്ങളിൽ ഒരു തോന്നലുണ്ടാക്കിയത്. അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കല്ല, അദ്ദേഹത്തിന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയല്ല, ജനപ്രതിനിധികൾ സാധാരണ ഗതിയിൽ നമുക്കറിയാം, സാധാരണ ജനങ്ങളെ ജയിപ്പിച്ചു വിട്ടാൽ അടുത്ത 5 വർഷത്തേക്ക് അവരെ കാണാറില്ല. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ജനപ്രതിനിധികൾ അങ്ങനെയല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഈ തദ്ദേശവാസികൾക്ക് ഒരു ഓണസമ്മാനം നൽകിയ അദ്ദേഹത്തിനും പിന്നെ ഈ കോട്ടയം ജില്ലാ പഞ്ചായത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളായിട്ടുള്ള ഒരു പ്രത്യേക പരിഗണന എന്ന അദ്ദേഹത്തിന് വീണ്ടും ഒരു പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഡിവിഷന്റെ വാഗ്ദാനത്തെ ഡിവിഷന്റെ മെമ്പർ ശ്രീമതി സിനി മാത്യു,
ആമുഖ പ്രസംഗം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഏറെ പ്രിയപ്പെട്ട ജോഷി ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ജോഷി ഫിലിപ്പ് അവറുകൾ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ പ്രിയപ്പെട്ട നമ്മുടെ MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവറുകൾ, കോട്ടയം DTO KSRTCയുടെ S രമേശ് അവറുകൾ, വാകത്താനം ഗ്രാമപഞ്ചായത്തിന്റെ ഏറെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ രമേശ് നടരാജൻ അവറുകൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ലതാകുമാരി സലിമോന്, മണ്ഡല പ്രസിഡന്റ് PP പുന്നൂസ് അവറുകൾ, ഏറെ പ്രിയപ്പെട്ട കോറപ്പിസ്കോപ്പ ജോൺ ചെറുത്തലാട്ട് അവറുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര്, ജില്ലാ പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രേസി കരിമ്പന്നൂര്, പഞ്ചായത്ത് മെമ്പർമാര്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരന്മാരെ, വളരെയധികം സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ. ഏതാണ്ട് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2026-27 വർഷത്തെ പദ്ധതിയുടെ ഒരു തുടക്കമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നേരത്തെ തന്നെ പദ്ധതികൾ രൂപീകരിക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, ഗ്രാമവണ്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതില് സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയുള്ളത്, പ്രത്യേകിച്ച് ഇത് സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര നടത്തുന്ന ഒരു വണ്ടിയാണ്. അതില് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. എല്ലാ ആൾക്കാരെയും യോജിപ്പിച്ചുകൊണ്ട് ഏക റൂട്ടിലൂടെ പോകണമെന്ന് വളരെ കർശനമായിട്ട്, വളരെ നാളുകളുടെ പഠനത്തിന്റെ ഫലമായിട്ട് പ്രസിഡന്റ് വളരെ വിശദമായിട്ട് എടുത്ത ഒരു തീരുമാനത്തിന് പ്രകാരമാണ് ഇന്നിവിടെ ഈ റൂട്ടിലൂടെ ഈ വണ്ടി ഓടുന്നത്. നമുക്കറിയാം, ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഫണ്ടുകൾ, കോടിക്കണക്കിന് ഫണ്ടുകൾ നമ്മുടെ മണ്ഡലത്തിലേക്കൊക്കെ വരുന്നുണ്ട്. എനിക്ക് പ്രത്യേകമായിട്ട് പറയുവാനായിട്ടുള്ളത്, വരുന്ന 5 വർഷക്കാലം തീർച്ചയായിട്ടും വികസനത്തിന്റെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് വാകത്താനത്തെ സംബന്ധിച്ചിടത്തോളം ത്രിതല പഞ്ചായത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട്, പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൂടുതൽ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് പ്രസിഡന്റ് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഭരണസമിതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ ഡിവിഷനെയും ഒന്നിച്ചു കണ്ടുകൊണ്ട് എല്ലാവരുടെയും വികസന പ്രവർത്തനങ്ങളെ, ഏത് കാര്യം നമ്മൾ ചെന്ന് പറഞ്ഞാലും, വഴിക്ക് വേണ്ടിയാണെങ്കിലും മറ്റെന്ത് കാര്യം പറഞ്ഞാലും, ഒരു വഴി ഒരു 10 ലക്ഷം രൂപയുള്ളെങ്കിലും കൂടുതൽ ഫണ്ടുകൾ തന്ന വഴി തീർക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരു പ്രസിഡന്റാണ്. തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം ഇവിടെ ആദ്യമായിട്ട് കുറിക്കുമ്പോൾ പ്രസിഡന്റിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ പേരിൽ നേരുവാനായിട്ട് ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഭരണസമിതിയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ എല്ലാ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെയും എല്ലാവരുടെയും പിന്തുണയും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി ഗ്രേസി കരിമ്പന്നൂർ, ജില്ലാ പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ജോഷി ഫിലിപ്പ് അവറുകളെ, ഇവിടെ പദ്ധതി വിശദീകരണം നടത്തിയ ഏറ്റവും ബഹുമാനപ്പെട്ട KSRTC DTO ശ്രീ S രമേശ് സാറെ, ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തുവാൻ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA, നമ്മളുടെ ഈ പദ്ധതിയെ പറ്റി ആമുഖ പ്രസംഗം നടത്തിയ ശ്രീമതി സിനി മാത്യു, ഇവിടെ എത്തിയിരിക്കുന്ന അനുഗ്രഹ പ്രഭാഷണം നടത്താൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ജോൺ ചെറുത്തലാട്ട് ഹോസ്പിറ്റോപ്പ അച്ഛൻ, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാര്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര്, സ്നേഹമുള്ള മാന്യ സഹോദരങ്ങളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. വാകത്താനം പഞ്ചായത്തുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അവർ നിങ്ങൾക്ക് തരുന്ന ഓണ സമ്മാനമാണ് ഈ ഗ്രാമവണ്ടി സർവീസിൽ നിന്ന് ആരംഭിക്കുന്നത്. നമുക്കറിയാം,
ഏത് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെയും KSRTCയുടെയും ഗ്രാമവണ്ടി സർവീസിന്റെ തുടക്കം ഇന്ന് ഇവിടെ കുറിക്കുകയാണ്. നമുക്കറിയാം, ഗ്രാമപഞ്ചായത്ത് സാധാരണക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പുതിയൊരു തുടക്കമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയും കുറഞ്ഞ ചെലവിലും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യുവാനും സുരക്ഷിതമായി യാത്ര ചെയ്യുവാനും വേണ്ടിയുമാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, UDF ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതിയായ പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതി നമ്മുടെ മിക്ക പഞ്ചായത്തുകളിലും അതിന്റെ ഗുണം ചെല്ലുന്നില്ല. എങ്കിലും ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ വാകത്താനം പഞ്ചായത്തുകാർക്ക് ഇങ്ങനെ ഒരു ഗ്രാമവണ്ടിയുടെ ഉദ്ഘാടനം ഇവിടെ നടത്താൻ കഴിഞ്ഞതിൽ നിങ്ങൾ ഭയങ്കര സന്തോഷവും അതിലേറെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ, പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ. അതുപോലെയെല്ലാം ഞങ്ങളെ ഒരുപോലെ ജില്ലാ പഞ്ചായത്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം ഒരുപോലെ ഞങ്ങളെല്ലാം കാണുന്ന ഒരു പ്രസിഡന്റാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഡിവിഷൻ മെമ്പറായിട്ട് ഈ ജോഷി ഫിലിപ്പിനെ കിട്ടിയത് തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ്. 5 വർഷം കൊണ്ട് നിങ്ങളുടെ ഒത്തിരി നേരത്തെ ഇരുന്ന പദ്ധതികളൊക്കെ നടക്കാതെ ഒത്തിരി പദ്ധതികൾ കിടപ്പുണ്ട്. അതെല്ലാം നോക്കി കണ്ട് നടക്കാവുന്ന പദ്ധതികളെല്ലാം ആക്കി കോടിക്കണക്ക് പദ്ധതികളാണ് ഇനി വരും വർഷങ്ങളിൽ അടുത്ത വർഷത്തേക്ക് തന്നെ നടത്താനായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്കെല്ലാം പിന്തുണ തരുന്ന ജോഷി ഫിലിപ്പ് അവർക്ക് എല്ലാവിധ ആശംസകളും. വാകത്താനത്ത് ഇതുപോലെ ഒരു ഗ്രാമവണ്ടിയുടെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതിനുമുള്ള നന്ദി സ്നേഹം അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഈ ചടങ്ങിന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാന്യനായ റവറന്റ് ഫാദർ C. ജോൺ ചെറുത്തലാട്ട് കോറോപ്പിസ്കോപ്പ അച്ഛനെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോഷി ഫിലിപ്പ്, വാകത്താനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രമേശ് നടരാജൻ, ശ്രീ S. രമേശ് DTO KSRTC, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, എല്ലാ ജനപ്രതിനിധികളും നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ ചാണ്ടിയമ്മൻ, മറ്റ് ജനപ്രതിനിധികളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ മകുടോദാഹരണമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോഷി ഫിലിപ്പ് അവർ. വാകത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ച കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. വാകത്താനത്തിന്റെ എല്ലാവിധ സമഗ്ര വികസനത്തിന് വേണ്ടിയും ശ്രീ ജോഷി ഫിലിപ്പ് അന്ന് പ്രവർത്തിച്ചതാണ്. ഇന്നിപ്പോൾ ശ്രീ ജോഷി ഫിലിപ്പ് വാകത്താനം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ഇതിവിടെ പറഞ്ഞു കേട്ടതനുസരിച്ച് ആദ്യത്തെ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്ന ആദ്യത്തെ സംരംഭമാണ് ഈ ഗ്രാമവണ്ടി എന്ന് പറയുന്നത്. വളരെ സന്തോഷമുണ്ട്. ഈ ഗ്രാമവണ്ടി
പ്രിയദർശിനിയുടെ പേരിലുള്ള ഈ ഗ്രാമതലത്തിന്റെ ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്തതിനു മുമ്പായിട്ട് കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇതിലെ കടന്നുപോയി. അദ്ദേഹം നമുക്ക് കൈകാട്ടിച്ച് ആശീർവാദം നൽകുന്നത് ഞാൻ ഓർക്കുക, അതൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഇന്നത്തെ ഈ സംരംഭത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ ഈ കാര്യത്തിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ കഴിഞ്ഞു. വണ്ടി പ്രതീക്ഷിച്ച് നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്, തിരിച്ചു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. എങ്കിലും എല്ലാവിധ ആശയം ഞാൻ പറഞ്ഞ പോലെ ശ്രീ ജോഷി ഫിലിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇങ്ങനെ നമ്മുടെ പഞ്ചായത്തിന്റെ കാര്യങ്ങളിൽ എല്ലാം കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രീ ജോഷി ഫിലിപ്പും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മനും പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇവിടെ ആരംഭിക്കുന്ന KSRTC പ്രിയദർശിനി ഗ്രാമവണ്ടിയുടെ സർവീസ് ഉദ്ഘാടനവും അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നതിന് വേണ്ടി നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ പുതുപ്പള്ളിയുടെ സ്വന്തം MLA ശ്രീ ചാണ്ടി ഉമ്മനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ജോഷി ഫിലിപ്പ് അവർകൾ, ജില്ലാ പഞ്ചായത്തിന്റെ കോട്ടയം പ്രസിഡന്റ്, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രമേശ് നടരാജൻ അവർകൾ, പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ട സിനി മാത്യു, എരമന്നൂർ, ലലിമ ടോമി, ശ്രീമതി ലതാകുമാരി സലിമോൻ, പ്രിയപ്പെട്ട ചെറുത്താട് അച്ഛൻ, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര് ശ്രീ തോമസ് വിനി കൊണ്ടോടി, മനീഷ് കുമാർ, EC അച്ചാമ, പ്രിയപ്പെട്ട PP പുന്നൂസ്, പ്രിയപ്പെട്ട PSC സണ്ണി, ശ്രീ തമ്പി ചന്ദ്രൻ, പ്രിയപ്പെട്ട ശ്രീ വിജയലാലി, ശ്രീ ജേക്കബ് തെക്കനാട്, ശ്രീമതി ഗീതാ രാധാകൃഷ്ണൻ, സുനിൽ എബ്രഹാം, ശ്രീ ജെയിംസ് ജേക്കബ്, ശ്രീ കുഞ്ഞുമോൻ മുതിക്കൽ, ശ്രീ സജീവ് ഫിലിപ്പ്, ശ്രീ ഡി മോഹനൻ, ശ്രീ ജ്യോതി അനിൽ, ശ്രീമതി ബീന കുന്നത്ത്, പ്രിയപ്പെട്ടവരെ, ഞാനൊരു നീണ്ട പ്രസംഗത്തിൽ മുതിർന്നില്ല. ഇവിടെ വരണമെന്ന് വിചാരിച്ചതിനെക്കാട്ടി 2 മണിക്കൂറോളം വൈകി. വഴി നീള ട്രാഫിക്കാണ്, അതുകൊണ്ടാണ് പ്രത്യേകം ക്ഷമ ചോദിക്കുന്നു. ഏതായാലും വലിയ ഒരു പ്രവർത്തനത്തിന് നിന്ന് തുടക്കം കുറിക്കുക. അതിന് ആദ്യ അവസാനം മുക്തഖണ്ഡമായി പ്രശംസിക്കേണ്ട ആള് ശ്രീ ജോഷി ഫിലിപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഈ നാടിന് ഞാൻ അന്നേ പറഞ്ഞു, നമുക്ക് അഭിമാനമായി ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ജോയിഷാൻ വന്നപ്പോൾ തന്നെ നമുക്ക് നാടിന് അഭിമാനമായി എന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. അതിന്റെ തുടക്കം എന്ന നിലയ്ക്കാണ് ഇന്ന് നമ്മുടെ ഗ്രാമവണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ KSRTC ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കടന്നു പോകുന്ന കാലത്തിലാണ്. അപ്പൊ ഒരു വണ്ടി എടുത്തു കൊടുത്ത് നമ്മുടെ നാട്ടിലൂടെ വണ്ടി ഓടിച്ചതിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങള് ജോയിഷാനോട് പറയുക. ഇത് തുടക്കം മാത്രം കേട്ടോ, അടുത്ത പുതുപ്പള്ളിക്കാണ്. അത് എന്റെ അടുത്ത് സിനിയാന്റിയുടെ നിർബന്ധം കൂടിയാണ്. ഇപ്പൊ വാഗത്താരത്ത് തുടങ്ങി ഇനി അടുത്ത പുതുപ്പള്ളത്തിൽ കൊടുക്കണം. പറ്റുമെങ്കിൽ 8 വണ്ടി വേണം. 8 പഞ്ചായത്തിലൂടെയും പോകുന്ന 8 വണ്ടികൾ ചോദിച്ചാൽ 5 വർഷം കൊണ്ട് ചെയ്തു തരും എന്നെനിക്ക് ഉറപ്പാണ്. ആദ്യത്തെ വർഷം ഇത്, അടുത്തത് പതുക്കെ ഓരോ പഞ്ചായത്തിലായിട്ട് പോകുന്നതായിരിക്കും. പക്ഷെ പഞ്ചായത്ത് മാത്രമല്ല, മൊത്തം ജില്ല നോക്കേണ്ടതുള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ പറയില്ല. പക്ഷെ 8 പഞ്ചായത്ത് കവർ ചെയ്ത് പോയാൽ മതി വണ്ടികളൊക്കെ. ഏതായാലും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. പ്രത്യേകമായ നന്ദി ജോഷിയാനോട്, ജില്ലാ പഞ്ചായത്തിനോട് പറയുന്നു. ഒപ്പം നമുക്കറിയാം, നമ്മുടെ KSRTCയോടൊപ്പം തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള റോഡ്, സർക്കാർ ഉദ്യോഗസ്ഥരോട് നന്ദിയുണ്ട്. ഓണമായിട്ടും പല റോഡുകളും നന്നാക്കി തുടങ്ങിയതിൽ ഉള്ള നന്ദി. അപ്പൊ റോഡ് നന്നാക്കാനും നമ്മുടെ ഗവൺമെന്റൊക്കെ വന്നാൽ സാധ്യമാകും എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഈ ഒരു സാഹചര്യം ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, സുനിൽ ചേട്ടൻ പറയുന്നത് തിരുവനന്തപുരം വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നമ്മുടെ ആൾ ഉണ്ടായിരുന്ന സമയത്താണ്. തിരുവനന്തപുരത്ത് നമ്മുടെ ആൾ ഉണ്ടായിരുന്നപ്പോഴാ. ഇപ്പൊ ആളുണ്ടല്ലോ. ഞാനിപ്പോ പുതുപ്പള്ളിയിലേ ഉള്ളൂ. അപ്പം എന്തായാലും അത് നമുക്ക് ശ്രമിക്കാം. ഞാൻ പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് വാഗത്താരത്ത് അടക്കം 6 ബസ് സർവീസ് കൂടി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നടപ്പിലാക്കും എന്ന് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം. എനിക്ക് അത് വാക്ക് തന്നിട്ടുണ്ട്. അതുമായി ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. ഒപ്പം നമുക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം കടന്നു വരികയാണ്. ഈ 30-ാം തീയതി വെസ്റ്റ് ഇൻഡീസ് നായകനായിരുന്ന ക്രിസ് ഗെയിൽ പുതുപ്പള്ളിയിലേക്ക് കടന്നു വരികയാണ്.
പ്രത്യേക പ്രത്യേക ഹെലികോപ്റ്ററിൽ പുതുപ്പള്ളി തന്നെ ലാൻഡ് ചെയ്ത് നമ്മുടെ 2-3 പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകും. ആ ഒരു സന്തോഷ വർത്തമാനം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. നമ്മുടെ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതാകുമാരി സലിമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ശ്രീ അഖിൽ തോമസ്, ശ്രീമതി ബിനി കൊണ്ടോടി, ശ്രീ മനീഷ് കുമാർ, ശ്രീമതി AC അച്ചാമ്മ, ശ്രീ BP പുന്നൂസ്, ശ്രീ PC സണ്ണി, ശ്രീ സുൽപി എബ്ര അടക്കം ഒട്ടനവധി ആളുകള് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ എല്ലാവരും ഉണ്ട്. സമയപരിമിതി മൂലം നമ്മൾ ഈ സമ്മേളനം അവസാനിപ്പിക്കുകയാണ്. സർവീസിനെ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ MLA എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു.
ഒത്തിരി പരിപാടി ഇനി MLA ഇവിടെ ഒരു കടയുടെ ഉദ്ഘാടനം കൂടെ ഉണ്ട്, ഒരു വെഡിങ് സ്റ്റുഡിയോയുടെ. ഗ്രാമവണ്ടി യാത്ര തുടരുകയാണ്. അപ്പോൾ ഉദ്ഘാടന ദൃശ്യങ്ങളെല്ലാം അവസാനിച്ചു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ്.